മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാർക്കോ സ്ഥിരമായിട്ട് തല്ലുണ്ടാക്കുന്ന ഒരാളാണെന്നും പെൺകുട്ടികൾക്ക് പട്ടാപ്പകല് പോലും വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും റിമ എന്ന പെൺകുട്ടിയെ മാർക്കോ കടന്നു പിടിച്ച് അവളെ ചുംബിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നെല്ലാം പബ്ലിക് പ്രോസിക്യൂട്ടർ മാർക്കോയ്ക്കെതിരായിട്ട് കോടതിയിൽ ആരോപണം ഉന്നയിക്കുകയും ചില ഫേക്കായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കുകയും ചെയ്യുന്നുണ്ട്. ഇയാൾ എന്തെങ്കിലും ചെയ്യും എന്നുള്ള പേടി കൊണ്ടാണ് പലരും കേസുമായിട്ട് കോടതിയെ സമീപിക്കാത്തത് എന്നും വക്കീൽ പറയുമ്പോൾ ഒരു നിമിഷം ആകെ നിസ്സഹായനായിട്ട് പോകുന്നുണ്ട് കേട്ടോ മാർക്കോ. ഇതെല്ലാം തെറ്റാണെന്ന് തെളിയിക്കാനുള്ള തെളിവുകളോ നല്ലൊരു വക്കീൽ പോലും തനിക്ക് വേണ്ടിയിട്ട് ഹാജരാകാൻ ഇല്ലല്ലോ എന്നോർത്ത് മാർക്കോ നിസ്സഹായകനായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വാദഗതികളെല്ലാം ശരിവെച്ചുകൊണ്ട് മാർക്കോയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ എന്നെപ്പോലുള്ള പല നിരപരാധികളും ഇതുപോലുള്ള വക്കീലന്മാരുടെ മിടുക്കുകൊണ്ട് ശിക്ഷിക്കപ്പെടാറുണ്ട് എന്ന് മാർക്കോ പറയുമ്പോൾ തനിക്ക് വേണ്ടി മിടുക്ക് കാട്ടാൻ ആരുമില്ലേ എന്ന് ജഡ്ജി തിരിച്ചു ചോദിക്കുമ്പോൾ അത് കേട്ട് പരിഹാസ രൂപത്തിൽ ചിരിക്കുന്നുണ്ട് കേട്ടോ മേഘൻ. പെണ്ണ് കേസ് ആയതുകൊണ്ട് ഇയാൾക്ക് വേണ്ടി വാദിക്കാൻ ഒരു വക്കീലും തയ്യാറാവില്ല എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടറും മാർക്കോയെ കളിയാക്കി പറയുന്നുണ്ട്. എല്ലാം കേട്ട് ആകെ വല്ലാത്തൊരവസ്ഥയിലായി പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ മാർക്കോ. ഇതേ സമയം എല്ലാവരെയും ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് മാർക്കോയ്ക്ക് രക്ഷകനായിട്ട് കണ്ണൻ തന്നെ മാർക്കോയുടെ വക്കീലായിട്ട് എത്തുന്നുണ്ട്. ഇത് കണ്ട് അക്ഷരാർത്ഥത്തിൽ ഭയന്ന് വിറയ്ക്കുന്നുണ്ട് കേട്ടോ മേഘൻ. കണ്ണൻ്റെ കൂടെ സഹായിയായിട്ട് ആനന്ദവും നമ്മുടെ മഹിയും ഒപ്പം ഉണ്ട്. ഈ കേസ് മാർക്കോയ്ക്ക് എതിരെ കരുതിക്കൂട്ടി ഉണ്ടാക്കിയെടുത്ത ഒരു കള്ള കേസാണെന്നും അതുകൊണ്ട് തന്നെ വാദം തുടരണമെന്നും മാർക്കോ അങ്ങേയറ്റം സ്വഭാവശുദ്ധിയുള്ളവനാണെന്ന് തെളിയിക്കാനുള്ള ഒരു സാക്ഷിയെ വിസ്തരിക്കണമെന്നും കണ്ണൻ കോടതി മുൻപാകെ ആവശ്യപ്പെടുമ്പോൾ കോടതി അതിന് അനുവാദം നൽകുന്നുണ്ട്. നമ്മുടെ മഹി തന്നെയാണ് കേട്ടോ മാർക്കോയ്ക്ക് വേണ്ടിയിട്ട് സാക്ഷി പറയാൻ എത്തിയിരിക്കുന്നത്. തുടർന്ന് പ്രതിഭാഗം വാദം തുടരുന്നുണ്ട്. മഹാലക്ഷ്മിക്ക് ആ നിൽക്കുന്ന ആളെ അറിയാമോ എന്നുള്ള കണ്ണൻ്റെ ചോദ്യത്തിന് അറിയാമെന്നും അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് എന്നെ ഗുണ്ടകളിൽ നിന്നും മാർക്കോ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ മാർക്കോ തന്നെ സേഫായിട്ട് സ്വന്തം വീട്ടിൽ എത്തിച്ചു എന്നും മഹി മൊഴി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ ആണെങ്കിൽ ഈ സാക്ഷി പറഞ്ഞ പെൺകുട്ടി ഡിഫൻസ് വക്കീലിൻ്റെ സ്വന്തം ഭാര്യയാണ്, അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ മൊഴി കോടതി കണക്കിലെടുക്കരുത്, മാർക്കോയ്ക്ക് നിയമം അനുശാസിക്കുന്ന ശിക്ഷ ഉറപ്പുവരുത്തണമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുമ്പോൾ കോടതി അയാളുടെ വാദത്തെ തള്ളിക്കളയുന്നുണ്ട്. ശേഷം SIയെയും വിസ്തരിക്കുന്നുണ്ട് കേട്ടോ. SIയും മാർക്കോയ്ക്ക് അനുകൂലമായിട്ട് തന്നെയാണ് മൊഴി കൊടുക്കുന്നത്. ഒടുവിൽ ആ ഗുണ്ടകളെ വിസ്തരിക്കുകയാണ്. അവർ മേഘൻ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടതുപോലെ എല്ലാം കോടതിയിൽ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാത്തിനും ഒടുവിൽ കണ്ണൻ ആ നിർണായകമായിട്ടുള്ള തെളിവ് കോടതി മുൻപാകെ സമർപ്പിക്കുന്നുണ്ട്. അതായത് ആ ഗുണ്ടകൾ റിമ എന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ നോക്കുന്നതും മാർക്കോ വന്ന് രക്ഷിച്ചതും ഒടുവിൽ മേഘൻ തന്നെ ആ പെൺകുട്ടിയെ പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞു വിട്ട് മാർക്കോയ്ക്ക് എതിരായിട്ട് മൊഴി കൊടുപ്പിച്ചതും തുടർന്ന് അവരുടെ ക്യാഷിൻ്റെ സെറ്റിൽമെൻറ്റ് നടത്തുന്നത് ഉൾപ്പെടെ അങ്ങനെ എല്ലാം CCTVയിലെ ദൃശ്യങ്ങളാണ് കേട്ടോ കണ്ണൻ കോടതി മുൻപാകെ ഹാജരാക്കുന്നത്. അപ്പോൾ SIയുടെ സഹായത്തോടു കൂടി തന്നെയാണ് കണ്ണന് ഈ നിർണായക തെളിവുകളെല്ലാം കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചത്. അങ്ങനെ കൃത്യസമയത്ത് മാർക്കോ കണ്ണനെയും മഹിയെയും രക്ഷിച്ചതുപോലെ കണ്ണനും മഹിക്കും ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ മാർക്കോയ്ക്കും രക്ഷകരായിട്ട് വരുന്നുണ്ട്. എന്തായാലും ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിച്ച മേഘന് കോടതി കടുത്ത ശിക്ഷ തന്നെ വിധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുമാത്രമല്ല പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മേഘന് മാർക്കോയുടെ വക നല്ലൊരു സ്വീകരണവും ഉണ്ടാകും. എന്തായാലും മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ആ കിടിലൻ എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്